So guys, here it is, the DJI Flip latest version ആണ് ആ ഒരു ലൈനപ്പിലുള്ള ബിഗിനേഴ്സ് ഡ്രോണിൽ വരുന്നത്. എവിടെ നിന്ന് പൊക്കി, എത്ര രൂപ കിട്ടി, ഇന്ത്യയിൽ പറത്താൻ പറ്റുമോ, കേരളത്തിൽ പറത്താൻ പറ്റുമോ, ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതിനുള്ള ചില ഉത്തരങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ്, ഈ സുന ഞാൻ എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഇത് ഓപ്റ്റ് ചെയ്തു എന്നുള്ളത് റീസൺ ഞാൻ പറഞ്ഞുതരാം. DJI Avata പൊക്കാൻ വേണ്ടി പോയതാണ് ഞാൻ. ബിക്കോസ് ഐ വാസ് വെരി മച്ച് ടേക്കൺ ബാക്ക്. അത് വളരെ ചെറുത്, നമ്മുടെ ഒരു പാമ്പിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഡ്രോണ്. പോരാത്തതിന് പണം അത്ര ചിലവാക്കേണ്ട, 1 ലക്ഷത്തിന് മേലെ ചിലവാക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഇൻ കേസ് ഡാമേജ് ആവുക, മിസ്സാവാൻ പോയി ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ ആകുമ്പോൾ 25,000 അറൗണ്ട് ടോട്ടൽ ഉള്ളതാണ്. സോ അത് വാങ്ങിക്കാൻ പോയ ഞാൻ ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. സോ ദ മർച്ചൻഡൈസർ ടോൾഡ് മീ ലൈക്ക് പുതിയ ഒരു ഡ്രോൺ ഇറങ്ങിയിട്ടുണ്ട്, DJI Flip. അതിൻ്റെ മാർക്കറ്റിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇതൊന്ന് കണ്ടു നോക്ക്. അവർ റെക്കമെൻഡ് ചെയ്തത് ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു ബിഗിനർ ആണെങ്കിൽ രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ DJI Flip ആണ്. അവർ തുറന്ന് കാണിച്ചു തന്നു. ആൻഡ് ഇറ്റ് വാസ് സോ മൈന്യൂട്ട്. ലൈക്ക് DJI Avata അത്രയ്ക്കല്ല, എന്നാൽ അതിനേക്കാൾ കുറച്ച് മേലെ, കുറച്ച് വലുപ്പമുണ്ട്, എന്നാൽ അൾട്രാ ലൈറ്റും ആണ്. ആൻഡ് മോർ ഓവർ ഒട്ടുമിക്ക രാജ്യങ്ങളിൽ ഇതിന് ലൈസൻസിങ്ങിന് ആവശ്യമില്ല പറത്താനായിട്ട്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഗ്രാം 249 ഗ്രാംസ് എന്ന് പറയുന്ന ഒട്ടുമിക്ക രാജ്യങ്ങളിൽ ആ ഒരു ത്രെഷോൾഡ് ഉണ്ട്, ലൈസൻസിങ് വേണം പറത്താനുള്ള ഒരു വെയിറ്റ് വെച്ച് നോക്കിയിട്ടാണ് അത് തീരുമാനിക്കുന്നത്. സോ 249 ഗ്രാംസ് വെച്ച് നമ്മുടെ നാട്ടിൽ പോലും പറത്താൻ കഴിയും. ബട്ട് ഐ റെക്കമെൻഡ് ടേക്കിംഗ് എ ലൈസൻസ്. കാരണം നമ്മുടെ എല്ലാ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ദേ മൈറ്റ് നോട്ട് ബി ഇൻഫോർമേറ്റീവ് ഓൺ ദിസ് തിങ്സ്. സോ ലൈസൻസ് എടുത്ത് വെക്കുന്നത് വളരെയധികം അത്യാവശ്യം തന്നെയാണ്. ഐ റെക്കമെൻഡ് ദാറ്റ്. ഇത് എവിടെ നിന്ന് വാങ്ങിച്ചു? ഫ്രോം ദുബായ് ഓഫ് കോഴ്സ്. കാരണം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് ഒട്ടുമിക്ക കടകളിലും. ബിക്കോസ് ദേ ഇമ്പോർട്ടഡ് ആൻഡ് സെൽ ഇറ്റ് ഓവർ ഹിയർ. DJIക്ക് നേരിട്ട് വിൽക്കാനുള്ള ലൈസൻസിങ് അതോറിറ്റി ഇല്ല. ചൈന ആയിട്ടുള്ള ഇപ്പോൾ ഈ കൈകോർക്കലും കാര്യങ്ങളും നടന്ന സ്ഥിതിക്ക് ഇനി വരാനുള്ള സാധ്യതകളുണ്ട്. ബട്ട് യു കനോട്ട് വെയിറ്റ് ഫോർ ദാറ്റ്. ലൈക്ക് ഇഫ് യു വോണ്ട് ടേക്ക് മോർ ടൈം, ലൈക്ക് അറൗണ്ട് 1 or 2 years എന്തായാലും സമയം എടുക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ ചില കടക്കാർ ഇത് ഇമ്പോർട്ട് ചെയ്തിട്ട് മലേഷ്യ, ദുബായ്, അമേരിക്ക, അന്റാർട്ടിക്ക അവിടെ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വിൽക്കുന്ന ഒരു ശീലമുണ്ട്. ആൻഡ് ദെയർ പ്രൈസ് ഇസ് കൈൻഡ് ഓഫ് എ ബിറ്റ് ഹൈ ബിക്കോസ് ഓഫ് ദ റിസ്ക്. കാരണം ഈ സാധനം കൊണ്ട് ഇവിടെ എത്തിക്കണം, ആൻഡ് ബൾക്കായിട്ട് എത്തിക്കണം എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ കാര്യമൊന്നുമല്ല. അതിന് വിറ്റ് പോകണം. സോ ഒബ്വിയസ്ലി നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക പേർക്ക് ഇതൊക്കെ കല്യാണത്തിന്, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. സോ ഡ്രോൺ ഫോട്ടോഗ്രാഫി, ഡ്രോൺ വീഡിയോ, ഡ്രോൺ ആൽക്കഹോളിക് അങ്ങനെയുള്ളവർക്ക് പറ്റിയതാണ് ഡ്രോണിങ്. സോ അധികം റീസെയിൽ വാല്യൂ യെസ് OLX-ലൊക്കെ അവൈലബിൾ ആണ്. DJI Flip വന്നിട്ടില്ല OLX-ൽ, അത് കണ്ടില്ല. ബട്ട് ഐ വാണ്ടഡ് ന്യൂ യൂണിറ്റ്. Avata പോയി അന്വേഷിച്ച് പോയി എനിക്ക് കക്ഷി തന്നത് ഇതായിരുന്നു. ദുബായിൽ ഈ സാധനം പറത്താൻ ബാൻഡാണ്. ലൈക്ക് നമ്മൾ ഇൻഡോറിൽ ജസ്റ്റ് ഇവിടെ ഈ ഒരു മുറിയിൽ നിന്ന് പറത്തിയാൽ പോലും അവന്മാർ സെൻസ് ചെയ്ത് അറിയും. പോലീസ് വിൽ കം റണ്ണിങ്, എന്തിന് പറത്തി, എവിടെ സാധനം സീസ് ചെയ്യും. പിന്നെ ഒരുപാട് റീസൺസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ്. സോ ദ മർച്ചൻഡൈസർ ഐ കെ നോട്ട് പറത്താൻ കഴിയില്ല. നിങ്ങൾക്ക് ഇവിടെ വെച്ചൊരു സാധനം നോക്കാം, തുറന്ന് നോക്കാം. പറത്തുന്നത് വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ പോയിട്ട് ചെയ്താൽ മതി. അവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻസാണ്. ബിക്കോസ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു വാർ ടാക്ടിക്കാണ് മറ്റേ ഈ ഡ്രോൺ അറ്റാക്ക്. ഡ്രോൺ മേലെ ബോംബോ തോക്ക് കയറ്റി വെച്ചിട്ട് പറത്തുന്ന പതിവ്. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്നപ്പോഴും ഇത് തന്നെയായിരുന്നു മെയിൻ പരിപാടി. ടർക്കിഷ് ഡ്രോണൊക്കെ ഇറക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇപ്പോൾ ലേറ്റസ്റ്റ് യുദ്ധം തന്ത്രം തന്നെയാണ് ഡ്രോൺ. സോ അവരത് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. PCC ഒട്ടുമിക്ക സ്ഥലത്തും ബാൻഡാണ് ഈ സാധനം. ബട്ട് വിൽപ്പനയ്ക്ക് ഒരു ബാനിങ് ഇല്ല. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ഒരു ഹബ്ബാണ്, എല്ലാ സാധനം കിട്ടുന്ന ഒരു ഹബ്ബാണ് GCC അല്ലെങ്കിൽ എസ്പെഷ്യലി ദുബായ്. സോ അവിടെ നിന്നും ഇത് സാധനം ഞാൻ വാങ്ങിച്ചു. എത്ര വിലയായി? DJI Avata അവർ പറയുന്ന വില ഇന്ത്യൻ റുപ്പീസ് അറൗണ്ട് 25 to 35. ലൈക്ക് ആ ഒരു പാക്ക് കോംബോ പാക്ക് അങ്ങനെ ഒരു സെലക്ട് ചെയ്യുമ്പോൾ 25,000 to 35,000 എന്തായാലും പൊട്ടും INR. ഇത് എനിക്ക് അവർ ഓഫർ ചെയ്ത് തന്നത് 42,000 റുപ്പീസ്. ലൈക്ക് ഒരു 8,000 രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. ആൻഡ് മോർ ഓവർ കോംബോ പാക്കിന് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. ലൈക്ക് 50,000 അറൗണ്ട് പൊട്ടിക്കണം. അത് എൻ്റെ കയ്യിൽ ആ ബഡ്ജറ്റിൽ നിൽക്കുന്ന കാര്യമില്ലാത്തതുകൊണ്ട് അത് എടുത്തില്ല. ബട്ട് ലേറ്റർ വേഴ്സ് ഐ ക്യാൻ അപ്ഗ്രേഡ് ഇറ്റ്. ലൈക്ക് ഒരു 3-4 ബാറ്ററി എക്സ്ട്രാ വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു മറ്റേ ഇൻസ്ക്രീൻ ബിൽഡായിട്ടുള്ളൊരു കൺട്രോൾ വാങ്ങിക്കാനൊക്കെ കുറേ എക്സ്ട്രാ ക്യാഷ് ചിലവാക്കാവുന്നേ ഉള്ളൂ. ബട്ട് ബിഗിനേഴ്സിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ബിക്കോസ് യു നീഡ് ടു ലേൺ ഹൗ ടു ഡ്രൈവ് ദിസ് തിങ്, ഹൗ ടു റൈഡ് ദിസ് തിങ്, ഹൗ ടു ഫ്ലൈ ദിസ് തിങ്. കൺട്രോൾസൊക്കെ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് തന്നെയാണ് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം. കാരണം ആ ജോയ്സ്റ്റിക്ക് എടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് എങ്ങോട്ട് പറക്കണമെന്ന് നമുക്കിന് അറിയില്ല. ബിക്കോസ് യു നീഡ് ടു കൺട്രോൾ ദ ഡ്രോൺ വാച്ചിങ് ദ ഫോൺ. സ്ക്രീനിൽ കണ്ടിട്ട് വേണം കൺട്രോൾ ചെയ്യാനായിട്ട്. അത് ഒരു നാക്ക് തന്നെ വേണം. യു നീഡ് ടു സ്റ്റഡി ഇറ്റ്. സോ ഇത് എന്തുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തു Avata പുറത്ത്? ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഫങ്ഷൻസ് ഗൈസ്. ഒരു ബിഗിനറിന് പറ്റിയ ഡ്രോണാണ്. എന്നാൽ
പ്രോ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വ്ളോഗേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ ഫങ്ഷൻസ് ഇതിലുണ്ട്. ലൈക്ക് എസ്പെഷ്യലി ഒരു ഫോളോ ഫംഗ്ഷൻ, ഡ്രോണി ഫംഗ്ഷൻ, അങ്ങനെ ഒരു 6-5 സെറ്റ് ഫങ്ഷൻസ് ഉണ്ട് ഇൻബിൽഡ് ആയിട്ടുണ്ട്. ബിക്കോസ് ആൻഡ് യു ഡോണ്ട് നീഡ് എ കൺട്രോളർ ടു യൂസ് ഇറ്റ്. കൺട്രോളറുടെ ആവശ്യമില്ല. ലൈക്ക് ഒരു ഫംഗ്ഷൻ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഫംഗ്ഷൻസ് ഇങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുക ഏത് ഫംഗ്ഷൻസ് ആണെന്നുള്ളത്. അത് ഒരു 5 സെക്കൻഡ് പിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പറക്കും. പിന്നെ നമ്മളെങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നുള്ളൂ. ഇനി അത് താഴ്ത്തിറക്കണമെങ്കിലും കൺട്രോളറുടെ ആവശ്യമില്ല. നമ്മൾ ആ ഡ്രോണിൻ്റെ അടുത്തേക്ക് നടന്നിട്ട് ഒരു കൈ അതിൻ്റെ താഴത്ത് വെച്ച് കഴിഞ്ഞാൽ സെൻസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് കൈ വന്നിരിക്കും. അല്ലെങ്കിൽ ഡ്രോണിൻ്റെ മേലെ പിക്ക് ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ആവും. അതിനുള്ള വീഡിയോസ്, എക്സ്പ്ലനേറ്ററി വീഡിയോസ് ഞാൻ വേറെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ബിക്കോസ് ദിസ് തിങ് ഇസ് ഗോണ ബി ലെങ്തി. നിങ്ങളത് ക്ഷമ ഉണ്ടാവുമല്ലോ ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുന്നത് കാണാനായിട്ട്. സോ ഗൈസ് 42,000 ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. മില്യൺ പോസിബിലിറ്റീസ് ഓഫ് ഡൂയിങ് ഇൻഫിനൈറ്റ് തിങ്സ്. അതാണ് ഈ സുന. നമുക്ക് ഈ പെട്ടിൻ്റെ ഉള്ളിൽ അവരെന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് നോക്കി നോക്കാം. സോ ഗൈസ്, ഇപ്പോൾ ഇതാണ് പെട്ടി. DJI ഫ്ലിപ്പ് 249 grams ഇതിൽ തന്നെ പറയുന്നുണ്ട്. അൾട്രാ ലൈറ്റ് 249 grams എന്ന് പറയുമ്പോൾ ചില രാജ്യങ്ങളിൽ ഇതിന് ലൈസൻസിങ്ങിന് ആവശ്യമില്ല പറത്താനായിട്ട്. നമ്മുടെ നാട്ടിൽ എന്തായാലും വേണം. ചൈനീസ് ബ്ലാ 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 കുറേയൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് DJI കെയർ റിഫ്രഷ് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഇതൊന്നും വായിക്കാനുള്ള ക്ഷമയില്ല. നമുക്ക് പെട്ടിയിൽ എന്തുള്ളൂ നോക്കാം. ആസ് യൂഷ്വൽ സുന. ഇവിടെ എന്തോ ഒരു വാർണിംഗ് സിഗ്നൽ പോലെ എഴുതിയിട്ടുണ്ട്. സ്കാൻ QR കോഡ് ബിഫോർ ഫസ്റ്റ് യൂസ്, ഇൻസ്റ്റാൾ DJI ഫ്ലൈ ആപ്പ്, DJI ഫ്ലൈ ആപ്പ് ബ്ലാ ബ്ലാ ബ്ലാ. ഓക്കെ, അപ്പോൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് വേണം ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ. അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്താലും മതി. അതായിരിക്കണം നമ്മുടെ മൊബൈൽ. ഓ കൊള്ളാം. ഇതാണ് ഫസ്റ്റ് വേണ്ടത്. ഓ, ക്യാമറയ്ക്ക് പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇത് ബാറ്ററി, യെസ്. ഇത് സ്വിച്ച് ഓൺ ആക്കാനുള്ളതും ചാർജ് ചെയ്യാനുള്ള പോർട്ട്, SD കാർഡ്. ഓക്കെ, ദിസ് തിങ് ഈസ് സോ സ്ലിം. കാണുമ്പോൾ തന്നെ അറിഞ്ഞു, ലൈക്ക് മടക്കി വെച്ചിരിക്കുന്നത്. തുറന്ന് നോക്കട്ടെ. ഓക്കെ, നല്ലൊരു കവറിങ്, കൊള്ളാം. ഇത് വീണ്ടും ആവശ്യം വരും. മറ്റേ ഈ പരുന്തിന് അറബികൾ കണ്ണ് മൂടിയിട്ടുള്ള സാധനം പോലെ ഉണ്ട്. whatever. So guys, here's the camera. നമ്മുടെ താരം. ഇത് ആൾക്കാർ ഇപ്പോൾ അവിടെ ഇരിക്കട്ടെ. പെട്ടിയിൽ വേറെ എന്തൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. ഒരു ചെറിയ പെട്ടിയും കൂടി കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇത് എങ്ങനെ അതിൻ്റെ ഉള്ളിൽ മിക്കവാറും ഇതിൻ്റെ റിമോട്ടായിരിക്കണം. ഓക്കെ, C2C ടൈപ്പ് കേബിൾ. ആൻഡ്രോയിഡ് യൂസേഴ്സിന് വേണ്ടിയിട്ട്. ആൻഡ്രോയിഡ് യൂസേഴ്സ് മാത്രമല്ല, പൊട്ടുമൊക്കെ ആപ്പിൾ ഐഫോൺസ് ഇപ്പോൾ C ടൈപ്പിലേക്ക് മാറിയല്ലോ. സോ യെസ്, കൺട്രോളർ ടു ഫോൺ അതിൻ്റെ കേബിളാണ്. C2C ടൈപ്പ്. കൺട്രോളർ ഗൈസ്, കൺട്രോളർ ഇതിനോടൊപ്പം തന്നെ വരുന്ന കൺട്രോളറാണ്. നമുക്ക് സ്ക്രീൻ ടൈപ്പ് ഉള്ളത് വേണമെങ്കിൽ സെപ്പറേറ്റ് വാങ്ങിക്കണം, അല്ലെങ്കിൽ കോംബോ പാക്കിൽ പോയി വാങ്ങിക്കണം. അതിലാണ് കുറച്ചും കൂടി നല്ലത്. സ്ക്രീൻ ഇൻബിൾഡ് ആണെങ്കിൽ പിന്നെ ഫോൺ കുത്തി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇതിൻ്റെ ജോയ്സ്റ്റിക്കിൻ്റെ ഫോൺ, യെസ്, ഹിയർ ഇറ്റ് ഈസ്. സുഖമല്ലേ ഇതിങ്ങനെ പറിച്ചെടുത്തിട്ട് ഇങ്ങനെ തിരിക്കേണ്ടതിൻ്റെ ഒരു ചെമ്പ് ചില്ലറയൊന്നും അല്ല ഇറക്കിയത്. ഇത് ഹൈറ്റ് ആയിരിക്കണം, എനിക്ക് അറിഞ്ഞൂടെ. കൂടുതൽ H എന്ന് പറഞ്ഞപ്പോൾ ഹൈറ്റ് ആയിരിക്കും മിക്കവാറും. ഇത് പിന്നെ മോഡുകളായിരിക്കണം. സ്പോർട്സ്, ഈ NC ആയിട്ടൊന്നോ മൊത്തം ഇരുന്ന് പഠിക്കേണ്ടി വരും. യെസ്, ചാർജിങ് പോർട്ട് C ടൈപ്പ്. യെസ്, ഇത് ഫോട്ടോ എടുക്കാനുള്ള സെപ്പറേറ്റ് ബട്ടൺ. ഇത് മിക്കവാറും ഗിംബലിൻ്റെ ആക്സസ് കൺട്രോൾ ചെയ്യാൻ, ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യാൻ. ഓ മൈ ഗോഡ്, ഒരു പ്രീമിയം ടച്ച് ഉണ്ട് ഗൈസ്. നമ്മുടെ സാധാരണ മാർക്കറ്റിൽ കാണുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്. അതിൻ്റെ ഉള്ളിലുണ്ട് കൺട്രോളർ കാരണം. യെസ്, ഇത് ലൈറ്റ്നിങ് കേബിൾ, ലൈറ്റ്നിങ് ടു C ടൈപ്പ് ആയിരിക്കണം. അതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. നീ എന്തുട്ട പെട്ടിയിൽ ബാക്കിയുള്ളത്?
യെസ്. സ്ക്രൂ ഡ്രൈവർ നമ്മുടെ ഈ സുനം മാറ്റാം. യെസ്, എക്സാക്ട്ലി. ഇത് ബ്ലേഡ്സ് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് 2 സെറ്റ് ഉണ്ട്. 1 2 3 4. യെസ്, 2 പെയർ എക്സ്ട്രാ വിങ്സ്. കൊള്ളാം, ഈ തപ്പി പോകണ്ടല്ലോ ഇനി. ബട്ട് ഓൾറെഡി ഇതിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്, സോ ഇറ്റ്സ് ഫൈൻ. ബട്ട് എന്നിരുന്നാലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടക്കാൻ ചില വടികളോ കമ്പൊക്കെ കയറിക്കഴിഞ്ഞാൽ യെസ്, ബ്ലേഡ്സ് കുഡ് ബി ഡാമേജ്ഡ്. ആൻഡ് സീ ദ പ്രിസിഷൻ, ലൈക്ക് ഇതിങ്ങനെ ആ ഒരു യൂണിറ്റിന് മുട്ടുന്നതിൻ്റെ ഒരു ഡിസ്റ്റൻസ് കണ്ട്, ഇറ്റ് ഈസ് സോ മൈന്യൂട്ട്. ലൈക്ക് ചെറിയൊരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ വരാനുള്ള സാധ്യത കുറവാണ്. സീ, ഇറ്റ്സ് സോ മൈന്യൂട്ട്. സോ ഇതൊന്ന് പവറപ്പ് ചെയ്ത് നോക്കാം. ബാറ്ററി ചാർജ് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു അവർ ഫസ്റ്റ് ഇനീഷ്യലി തന്നെ. യെസ്, ഒന്ന് മിന്നി. യെസ്, ജീവൻ വെച്ചവൻ. അയ്യോ, ഐ തിങ്ക് ദിസ് ആയിക്കോട്ടെ. ഓക്കെ, മാഡം വിളിച്ച് പറഞ്ഞു ലൈറ്റുള്ള സ്ഥലത്ത് പറപ്പിച്ചാൽ മതി. ഐ തിങ്ക് ദിസ് ഇസ് ദി ഫോളോ മോഡിൻ്റെ സ്വിച്ച് ബട്ടൺ. യെസ്, ഇവിടെ അല്ല, ഇതായിരിക്കും. ഡ്രോണി മോഡ്, സർക്കിൾ മോഡ്, റോക്കറ്റ് മോഡ്, സ്പോട്ട്ലൈറ്റ്, ഡിറക്ഷൻ ട്രാക്ക്. അത് എനിക്ക് അറിഞ്ഞൂടെ. ബാക്കി ഇത് ഫോളോ മോഡ്. യെസ്, ഈ മോഡാണ് ഒട്ടുമിക്ക വ്ളോഗേഴ്സൊക്കെ സെലക്ട് ചെയ്യുന്നത്. ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഫോളോ ചെയ്ത് പോകുന്നു. ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസിന് വേണ്ടിയിട്ടുള്ള ക്യാമറ. ഐ തിങ്ക് യെസ്, 1 2 2 ഇവിടെ. പിന്നെ ഇതിനുള്ളിൽ ഒരു സെൻസറും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്, കാണാൻ കഴിയും. സോ എങ്ങനെയുണ്ട്? ഒരു കയ്യിൽ ഒതുങ്ങാവുന്ന, സോ സ്മോൾ, സോ മൈന്യൂട്ട്, എന്നാലും സോ പവർഫുൾ. ഒരു പക്ക ബിഗിനേഴ്സ് ഡ്രോണിന് പറ്റിയ എല്ലാം ടൂൾസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് മതി, ധാരാളമാണ്. ലൈക്ക് കീപ്പ് ഇറ്റ് ഓൺ ദി ടേബിൾ. സി, സോ മൈന്യൂട്ട്. ഫ്ലിപ്പ്, എനിക്ക് തോന്നുന്നു എയർ വെൻസ് ആവുന്നു കൂൾ ചെയ്യാനുള്ളത്. ദിസ് ഇസ് ദ ബാറ്ററി. സോ നൈസ്. യു സി ഇത് കേബിൾസ് പാസ് ചെയ്യുന്നത് ഇതിലേ കൂടെയാണ്. ആൻഡ് യു സി അതിൻ്റെ കോപ്പർ വയേഴ്സൊക്കെ ശരിക്കും പുറത്തേക്ക് കാണാം. ഇറ്റ് മീൻസ് ദിസ് തിങ് ഈസ് നോട്ട് വാട്ടർ പ്രൂഫ്, കൊറോഷന് വിധേയമാണ്. സോ മഴയത്തൊന്നും കയറി ഓടിച്ചേക്കരുത്. എങ്ങാനും ഓടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സാധനം കേടാവത്തൊന്നുമില്ല, തുരും പിടിക്കും.